ഞാൻ പോകുന്നത് നിങ്ങളുടെ നന്മക്കാണ്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങൾക്കടുക്കലേക്ക് വരികയില്ല. ആ കാര്യസ്ഥൻ വന്നാൽ പാപത്തെയും നീതിയെയും ന്യായവിധിയെയും കുറിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തും. വീണ്ടും പറയുന്നു, എനിക്ക് പല കാര്യങ്ങളും നിങ്ങളോട് പറയാനുണ്ട്, പക്ഷെ അതെല്ലാം ഉൾക്കൊള്ളാൻ നിങ്ങൾക്കിപ്പോൾ സാധ്യമല്ല. സത്യത്തിന്റെ ആത്മാവ് എന്ന കാര്യസ്ഥൻ വരുമ്പോഴാകട്ടെ അവൻ നിങ്ങളെ സകല സത്യത്തിലും നയിക്കും. അവൻ എന്നെ മഹത്വപ്പെടുത്തും. അവൻ സ്വന്തമായി ഒന്നും പറയുകയില്ല. അവൻ കേൾക്കുന്നതൊക്കെയും അവൻ പറയും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഇത് ആരെക്കുറിച്ചാണ് എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ അവകാശപ്പെടുന്നു യേശുക്രിസ്തു പ്രബോധനം ചെയ്ത, യേശുക്രിസ്തു പറഞ്ഞ, യേശുക്രിസ്തു പ്രവചിച്ച ആ പ്രവാചകൻ ലോകത്തെ സത്യത്തിലൂടെയും നീതിയിലൂടെയും ധർമ്മത്തിലൂടെയും നയിക്കുവാൻ വേണ്ടി കടന്നു വന്ന അന്തിമ പ്രവാചകൻ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അവകാശപ്പെടുകയാണ്. ഖുർആനിലെ 61-ാം അധ്യായം സൂറത്തു സഫിലെ 6-ാമത്തെ വചനത്തിലൂടെ വൈദ ഖാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലിൻ യാതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. യേശുക്രിസ്തു പറഞ്ഞ സന്ദർഭം, യേശുക്രിസ്തു പറഞ്ഞ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആൻ പറയുന്നു വമുബശ്ശിറൻ ബിറസൂലിൻ, ഒരു പ്രവാചകനെ കുറിച്ച സന്തോഷ വാർത്ത സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി. അഹമ്മദ്, അഹമ്മദ് എന്ന പേരിലുള്ള ഒരു പ്രവാചകനെ കുറിച്ച്, ഒരു ദൈവദൂതനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നിട്ടുള്ളത്, ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ലോകത്തെ ധർമ്മത്തെക്കുറിച്ച്, പാപത്തെക്കുറിച്ച്, ലോകത്തെ നീതിയെക്കുറിച്ച്, ലോകത്തെ ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയ അന്തിമ പ്രവാചകൻ. ഇവിടെ ബഹുമാന്യനായ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ ബൈബിൾ പഴയ നിയമത്തിലെ മോശെ പ്രവാചകൻ പ്രവചിച്ച പ്രവാചകൻ, മോശെ പ്രവാചകൻ പ്രവചിച്ച പ്രവാചകൻ. ആരാണ് മോശെ പ്രവാചകൻ? ഇസ്രായേൽ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട നിയമങ്ങളുടെ ദാതാവ്. അദ്ദേഹം ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനത്തിലൂടെ വലിയൊരു പ്രവചനം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിലൂടെ ദൈവം തമ്പുരാൻ പറയാണ്, അദ്ദേഹത്തോട് ദൈവം തമ്പുരാൻ പറയുന്നതായിട്ടാണ്, നിന്നെപ്പോലൊരു പ്രവാചകനെ അവരുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന് ഉയർത്തി നാം അവർക്കായി നൽകും. നിന്നെപ്പോലൊരു പ്രവാചകൻ, മോശയെപ്പോലൊരു പ്രവാചകൻ, മോശയെപ്പോലൊരു പ്രവാചകൻ പിന്നീട് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിലെ 12-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. മോശയെപ്പോലൊരു പ്രവാചകൻ പിന്നീട് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. യേശു ഈ ആവർത്തന പുസ്തകം അടങ്ങുന്ന ന്യായപ്രമാണത്തെയാണ് യേശു പറഞ്ഞത്, അത് നീക്കുവാനല്ല നിവർത്തിപ്പാനാണ് ഞാൻ വന്നത് എന്ന്. അപ്പോൾ യേശുവും ഈ പദം അംഗീകരിക്കുന്നു എന്നർത്ഥം. മോശയെപ്പോലെയുള്ള പ്രവാചകൻ പിന്നീട് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, മോശയെപ്പോലുള്ള പ്രവാചകൻ എന്ന് പറയപ്പെടാൻ ഇവിടെ അത്ഭുതങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. അത്ഭുതങ്ങൾ ഏത് പ്രവാചകനാണ് കാണിക്കാത്തത്? എല്ലാ പ്രവാചകന്മാരും ഒന്നല്ലെങ്കിൽ മറ്റൊരു അത്ഭുതം കാണിച്ചിട്ടുണ്ട്. 1-2 രാജാക്കന്മാരുടെ പുസ്തകം വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഏലിയ പ്രവാചകനും എലീശ പ്രവാചകനുമെല്ലാം മരിച്ചവരെ പുനരുജ്ജീവിപ്പിച്ചതായി. അവർ ഏതാനും അപ്പം ഉപയോഗിച്ച് 100 കണക്കിന് ആളുകളെ തീറ്റിയതായി, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയതായി, അന്ധന്മാർക്ക് സൗഖ്യം നൽകിയതായി. ഏലിയ പ്രവാചകനും എലീശ പ്രവാചകനുമെല്ലാം ഈ അത്ഭുതങ്ങൾ കാണിച്ചതുകൊണ്ട് മോശയെപ്പോലുള്ള ഒരു പ്രവാചകൻ അവരാണെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായും അല്ല. മറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോശയെപ്പോലുള്ള ഒരു പ്രവാചകനാണ് എന്ന് പറയുന്നതിന് കൃത്യമായ അടിത്തറയുണ്ട്. അതെന്താണ്? അത് 2 പ്രവചനങ്ങളും ഒരേപോലെ അദ്ദേഹത്തിൽ യോജിക്കുന്നു എന്നുള്ളതാണ്. മോശയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി മോശയെപ്പോലുള്ള ഒരു പ്രവാചകൻ എന്ന് പറയാൻ അർഹതയുണ്ടെങ്കിൽ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇത് കേവലം ഞാൻ പറയുന്ന കാര്യമല്ല, ക്രൈസ്തവ ഗ്രന്ഥകാരന്മാർ തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യം. അതൊരു മറ്റൊരു വിഷയമാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്താ ജനനത്തിന്റെ കാര്യത്തിൽ, ദൗത്യത്തിന്റെ കാര്യത്തിൽ, പുതിയ നിയമങ്ങളുടെ കാര്യത്തിൽ, പലായനത്തിന്റെ കാര്യത്തിൽ, സമൂഹത്തിലെ സ്വാധീനത്തിന്റെ കാര്യത്തിൽ എല്ലാം എടുത്ത് പരിശോധിക്കുക. വിശദമായി വേണമെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആ മോശയെപ്പോലുള്ള ഒരു പ്രവാചകൻ കടന്നു വന്നിട്ടില്ല എന്നാണ് യഹൂദന്മാർ യേശുവിന്റെ കാലം വരെ വിശ്വസിച്ചത്. അതുകൊണ്ടാണ് യഹൂദന്മാർ പ്രതീക്ഷിച്ച് കഴിയുന്ന ആ പ്രവാചകനെ കുറിച്ച്, വരുന്ന പ്രവാചകനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കടന്നു വരുന്ന ആളുകളോടെല്ലാം ചോദിച്ചത്, നീ ആ പ്രവാചകനാണോ?
നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കുന്നത് അതാണ്. യോഹന്നാൻ സ്നാപകൻ വന്നപ്പോ അവിടെ യഹൂദന്മാർ കടന്നു എന്നോട് ചോദിക്കുക, നീ ആരാണ്? നീ ഏലിയാവാണോ? ഏലിയ പ്രവാചകൻ ആകാശത്തിലേക്ക് ഉയർന്നു പോയി എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു യഹൂദന്മാർക്ക്. അവർ ചോദിക്കാൻ, നീ ഏലിയാവാണോ? അദ്ദേഹം പറഞ്ഞു, അല്ല. നീ മിശിഹയാണോ? നീ ഒരു രാഷ്ട്രീയ വിമോചകനായി കടന്നു വരാനുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന മിശിഹയാണോ, ക്രിസ്തുവാണോ നീ? അദ്ദേഹം പറഞ്ഞു, അല്ല. പിന്നീട് ചോദിക്കുന്നത്, നീ ആ പ്രവാചകനാണോ എന്നാണ്. നീ ആ പ്രവാചകനാണോ? ഞങ്ങൾ കാത്തുകൊണ്ടിരിക്കുന്ന മോശയെ പോലെയുള്ള പ്രവാചകൻ, മോശയുടെ അവരുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന് വരുന്ന പ്രവാചകൻ. ആരാ? ഇസ്രായേലരുടെ സഹോദരന്മാർക്കിടയിൽ നിന്ന് വരുന്ന പ്രവാചകൻ. ആ ഇസ്രായേലരുടെ സഹോദരന്മാർ ആരാണ്? ഇസ്രായേലരുടെ സഹോദരന്മാർ ഇശ്മായേലരാണ്. അബ്രഹാമിന്റെ 2 പുത്രന്മാരാണ്, ഒന്ന് ഇശ്മായേലും ഒന്ന് ഇസ്ഹാക്കും. ഇസ്ഹാക്കിന്റെ പുത്രപാരമ്പര്യത്തിലാണ് ഇസ്രായേലിയർ കടന്നു വരുന്നത്. അതേസമയം ഇസ്മായിലിന്റെ പുത്രപാരമ്പര്യത്തിൽ ഇസ്മായിലിയർ അഥവാ അറബികൾ കടന്നു വരുന്നു. അവർക്കിടയിൽ നിന്ന് കടന്നു വന്ന പ്രവാചകൻ. അദ്ദേഹത്തെ കുറിച്ച് തന്നെയാണ് യേശുക്രിസ്തു ലോകത്തെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞത്, നീതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുമെന്ന് പറഞ്ഞത്. നിങ്ങൾ കൃത്യമായി ഇവിടെ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണമെന്ന്. യേശു പറഞ്ഞത് അതാണല്ലോ. യേശു പറഞ്ഞതായി മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് അതാണ്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനവനുമല്ല, മറിച്ച് സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് അവന്റെ രാജ്യമായ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണോ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. ആ ഇഷ്ടം ചെയ്യണം. കേവലം വിശ്വാസത്തിലോ കേവലം കൃപയിലോ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യമല്ല ഇത്. ആ പടച്ച തമ്പുരാന്റെ ഇഷ്ടം ചെയ്യാൻ, അവന് എന്ത് ഇഷ്ടമുണ്ട് എന്ന് നമുക്കറിയാൻ പറ്റണം. പാപം എന്താണ്, പുണ്യം എന്താണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാകണം. ലോകത്തിന് മനസ്സിലാകണം. അതാണ് ലോകത്തെ ബോധ്യപ്പെടുത്തുമെന്നാണ് പറഞ്ഞത്. അതല്ല, അത് ആരുടെയെങ്കിലും ഉള്ളിൽ നിന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്തുമെന്നല്ല. ലോകത്തെ പാപത്തെക്കുറിച്ച്, പുണ്യത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തും. കൃത്യമായി എന്താണ് പാപമെന്ന്, എന്താണ് പുണ്യമെന്ന്, എന്താണ് സത്യമെന്ന്, എന്താണ് അസത്യമെന്ന്, എന്താണ് ന്യായവിധി എന്ന്, എന്താണ് ന്യായവിധി നാളിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന്, എന്താണ് സ്വർഗമെന്ന്, എന്താണ് നരകമെന്ന്, സ്വർഗത്തിൽ പോകുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഇത്, നരകത്തിലേക്ക് പോകുവാൻ ഏതൊക്കെ പ്രവർത്തനം വഴി ഇടയാകുമെന്ന് മനുഷ്യരെ, ലോകമേ അറിയണമോ എങ്കിൽ നമുക്ക് ക്ഷണിക്കാനുള്ളത് ഈ ഗ്രന്ഥത്തിലേക്കാണ്, പരിശുദ്ധ ഖുർആനിലേക്ക്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥത്തിലേക്ക്. ഈ വേദഗ്രന്ഥത്തിന്റെ പ്രായോഗിക ജീവിത മാതൃകയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക്. അത് രണ്ടും അനുധാവനം ചെയ്താൽ നിങ്ങൾക്ക് പടച്ച തമ്പുരാന്റെ സമാധാനത്തിന്റെ ഭവനമായ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ ഇത് സ്വയം അവകാശപ്പെടുന്ന കാര്യമാണ്. ഖുർആൻ സ്വന്തം അവകാശപ്പെടുന്ന കാര്യമാണത്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ 1-2 വചനങ്ങൾ. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്, ഇതാകുന്നു ഗ്രന്ഥം, ലാ റൈബ ഫീഹി, ഇതിൽ സംശയമൊന്നുമില്ല, ഹുദൽ ലിൽ മുത്തഖീൻ, ദൈവിക മാർഗദർശനം അനുസരിച്ചുകൊണ്ട്, ദൈവിക പാന്താവിലൂടെ ജീവിച്ചുകൊണ്ട് പൂർണ്ണമായ വിമലീകരണം സാധിക്കണമെന്ന്, മോക്ഷത്തിലെത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങൾക്കുള്ള വഴികാട്ടിയാണിത്, നിങ്ങൾക്കുള്ള മാർഗദർശനമാണിത്. അതാണ് മുത്തഖികൾക്കുള്ള മാർഗദർശനമാണിത്. ഖുർആൻ വീണ്ടും പറയുന്നു, ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 9-ാമത്തെ വചനത്തിൽ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങളെ ഏറ്റവും ചൊവ്വായ, ഏറ്റവും സത്യസന്ധമായ, ഏറ്റവും സ്പഷ്ടമായ, ഏറ്റവും നീതിനിഷ്ഠമായ മാർഗത്തിലേക്ക് നയിക്കുന്നു, ഏറ്റവും നല്ല മാർഗത്തിലേക്ക്. അതാണ് ലോകത്തെ പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുമെന്നും പറഞ്ഞത്, സകല സത്യത്തിലൂടെയും നയിക്കുമെന്ന് പറഞ്ഞത്. ആധുനികമോ പൗരാണികമോ ആയ ഏത് വിഷയത്തിലും നിങ്ങൾക്ക് അടിസ്ഥാനപരമായ സംശയങ്ങളുണ്ടോ, പാപമാണോ പുണ്യമാണോ എന്ന വിഷയത്തിൽ കൃത്യമായ മാനദണ്ഡം ആവശ്യമുണ്ടോ, പരിശുദ്ധ ഖുർആനിലേക്ക് പോവുകയല്ലാതെ നിർവാഹമില്ല. പരിശുദ്ധ ഖുർആനിലേക്ക് പോവുകയല്ലാതെ നിർവാഹമില്ല. കൃത്യമായ മാനദണ്ഡം. ഏത് വിഷയപ്പെടുത്തോളൂ, വിശദീകരിച്ച് സംസാരിക്കുവാൻ സമയമില്ല. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മോക്ഷം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതം, അവിടെ സ്വർഗപ്രവേശത്തിന് അർഹരാകണം. പാപികളായ, ദൈവദോഷികളായ, ബുദ്ധി ഉപയോഗിക്കാതെ, പടച്ച തമ്പുരാൻ പറഞ്ഞത് കേൾക്കാതെ, പടച്ച തമ്പുരാൻ പഠിപ്പിച്ച രീതിയിൽ ചിന്തിക്കാതെ, അതെന്താണ് എന്ന് പരിശോധിക്കാതെ കടന്നു പോകുന്ന മനുഷ്യൻ,
അവൻ കടന്നു പോകുന്ന മരണാനന്തര ജീവിതത്തിലെ കഠോരമായ ശിക്ഷകൾ, നരക ജീവിതം, ആ നരക ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് യഥാർത്ഥത്തിലുള്ള മോക്ഷം, യഥാർത്ഥത്തിലുള്ള രക്ഷ. ആ സ്വർഗത്തിന് പടച്ചതമ്പുരാന്റെ സമാധാനത്തിന്റെ ഭവനമായ സ്വർഗരാജ്യം, അനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗരാജ്യം, ആ സ്വർഗരാജ്യത്തിൽ പ്രവേശനം ലഭിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള മോക്ഷം. അതിന് പ്രവാചകന്മാർ പഠിപ്പിച്ച മാർഗം അവലംബിക്കണം. അവിടെ പ്രവാചകന്മാർ പഠിപ്പിച്ച, അവരിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് എന്ന് 100% ഒരൊറ്റ വചനമെങ്കിലും പുറത്തു നിന്ന് കടന്നു വന്നിട്ടില്ല എന്ന്, ഒരൊറ്റ വചനമെങ്കിലും എടുത്തു മാറ്റിയിട്ടില്ല എന്ന് 100% അവകാശപ്പെടുവാൻ സാധിക്കുന്ന ഒരു വേദഗ്രന്ഥവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇതാ വേദഗ്രന്ഥം, പരിശുദ്ധ ഖുർആൻ എന്ന വേദഗ്രന്ഥം. അത് ദൈവീകമായ ഗ്രന്ഥമാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥമാണ്, ഏക ഗ്രന്ഥമാണ്. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, പരിശുദ്ധ ഖുർആൻ 26-ാം അധ്യായം സൂറത്ത് ശുഅറയിലെ 192-ാമത്തെ വചനം ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ഖുർആൻ. ഇത് റബ്ബുൽ ആലമീനിൽ നിന്ന്, സർവ്വലോക രക്ഷിതാവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാകുന്നു. ഈ ഗ്രന്ഥം നമ്മുടെ മുന്നിൽ തുറന്നു വെക്കപ്പെട്ടിട്ടുണ്ട്, നമുക്ക് പരിശോധിക്കാം. പൗരാണികമോ ആധുനികമോ ആയ ഏത് മാനദണ്ഡം ഉപയോഗിച്ചും പരിശോധിക്കാം. ശാസ്ത്രത്തിന്റെ, സാഹിത്യത്തിന്റെ, ചരിത്രത്തിന്റെ, ധർമ്മശാസ്ത്രത്തിന്റെ, പ്രവചനങ്ങളുടെ ഏതേത് മാനദണ്ഡം ഉപയോഗിച്ചോളൂ, നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരും. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ദൈവം തമ്പുരാന്റെ കൃത്യമായ, ചൊവ്വായ, സ്പഷ്ടമായ, യഥാതഥമായ, സത്യസമ്പൂഷ്ടമായ പാതയിലൂടെ നയിക്കുവാൻ മനുഷ്യരെ, നിങ്ങളെ യഥാർത്ഥമായ പാതയിലൂടെ നയിക്കാൻ ഈ വിശുദ്ധ ഖുർആനിന് സാധിക്കും. ആ ഖുർആനുമായി കടന്നു വന്ന പ്രവാചകന്റെ ജീവിതചര്യക്ക് സാധിക്കും. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മോക്ഷത്തിന്റെ മാർഗം ഇതാണ്. ഈ ജീവിതത്തിൽ സമ്പൂർണ്ണ സമാധാനം, മരണാനന്തര ജീവിതത്തിലും സമ്പൂർണ്ണ സമാധാനബദ്ധ സന്ദേശം, അതിന് കൃത്യമായ മാർഗദർശനം, കൃത്യമായ ജീവിത വീക്ഷണം, കൃത്യമായ ജീവിതചര്യ, അതാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുന്നോട്ട് വെക്കുന്നത്. അതിനെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക, വിമർശിച്ച് പഠിക്കുക, സംവദിച്ചു പഠിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, ഈ സംവാദം പോലും പരിശുദ്ധ ഖുർആനിന്റെ ഒരു ആഹ്വാനത്തിന്റെ സൃഷ്ടിയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ലിലെ 125-ാമത്തെ വചനത്തിൽ പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ദൈവിക മാർഗത്തിലേക്ക്, യുക്തി